ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതെങ്ങനെയെന്ന് കാണാം. ചെറിയ 4 ഉരുളക്കിഴങ്ങ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. വലുതാണെങ്കിൽ ഒരു 3 എടുക്കാം. അത് ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തത്, നന്നായിട്ട് കഴുകിയെടുത്തതാണ് കേട്ടോ. ഇനി ഇതിലോട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, വേവാൻ ആവശ്യമായ വെള്ളം നികക്കെ ഒഴിച്ചു കൊടുക്കുക. ഇനി സ്റ്റൗ കത്തിച്ച് ഏകദേശം ഒരു 10 മിനിറ്റ് നമുക്കത് കുക്ക് ചെയ്തെടുക്കാം. നല്ല ഫുള്ളായിട്ട് വെന്തുടയരുത് കേട്ടോ. ഏകദേശം ഒരു 1/4 ഭാഗത്തോളം വേവായാൽ മതി. അപ്പോൾ വെന്തതിന് ശേഷം കാണാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് വേവുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. 2 അല്ലി വെളുത്തുള്ളി, വളരെ ചെറിയൊരു കഷ്ണം കറുവപ്പട്ട, 1 ഗ്രാമ്പു, ചെറിയ 2 ഏലക്ക, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്, 1-2 ഇല കറിവേപ്പില ചേർക്കാം. 1 ടീസ്പൂൺ നിറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല മയത്തിലങ്ങ് അരച്ചെടുക്കാം കേട്ടോ. ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ടങ്ങ് അരച്ചെടുക്കാം. ഏകദേശം 5-8 മിനിറ്റായി. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിൽ നിന്ന് മാറ്റാം. ഇനി നമുക്കിത് വറുത്തിടാം. അതിനായിട്ട് സ്റ്റൗ കത്തിച്ച് പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ നമ്മളിവിടെ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടുണ്ടല്ലോ, അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാല ഉണ്ടല്ലോ നന്നായിട്ട് എണ്ണ തെളിയുന്നിടം വരെ നമുക്കത് ഇളക്കി കൊടുക്കാം. ഈ എണ്ണയിൽ ഇങ്ങനെ കിടന്ന് നന്നായിട്ട് മൂത്ത് വരണം. അപ്പോൾ ഈ എണ്ണയൊക്കെ അങ്ങനെ തെളിഞ്ഞു വരും. ഇതിലോട്ട് നമുക്ക് കറിവേപ്പില ചേർക്കാം കേട്ടോ. വളരെ കുറച്ച് ഉപ്പ് ചേർക്കാം. നമ്മൾ ആ മസാലയിലേക്ക് വേണ്ട ഉപ്പ് മാത്രം കേട്ടോ. ഒരുപാട് ആവരുത്, കാരണം ഉരുളക്കിഴങ്ങിലൊക്കെ ഇട്ടതല്ലേ. അതെ, എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങി. ഇനി നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന, അതായത് 1/4 ഭാഗത്തോളം വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നോൺ വെജൊന്നും ഇല്ലാത്ത സമയത്തെ ഇങ്ങനെ പൊട്ടറ്റോ മെഴുക്ക് വരട്ടി, നല്ല ടേസ്റ്റുള്ളൊരു മെഴുക്ക് വരട്ടിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇതിനി ഏകദേശം ഒരു 10-12 മിനിറ്റ് വളരെ ചെറിയ തീയിലിട്ടിട്ട് നമുക്കത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ മസാലയും എണ്ണയും ഒക്കെ ആ ഉരുളക്കിഴങ്ങിലേക്കൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം ഒരു 10-12 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇതേ ചെറിയ തീയിൽ ഏകദേശം 10-12 മിനിറ്റായി. നമുക്കിനി തുറന്ന് നോക്കാം. അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തായിരുന്നു കേട്ടോ. അല്ലേ, നല്ല ഡ്രൈ ആയിട്ട് നല്ല മസാലയൊക്കെ പൊടിഞ്ഞ് ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇതേ കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. മാത്രമല്ല മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഒന്ന് കഴിച്ചു നോക്കട്ടെ. നന്നായിട്ട് എല്ലാ മസാലകളും ഉപ്പും എല്ലാം കറക്റ്റാണ്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കുകയും കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയക്കാൻ പറ്റിയ നല്ല ഒന്നാന്തരം മെഴുക്ക് വരട്ടി കേട്ടോ. അതല്ലാതെ കഞ്ഞിയുടെ കൂടെയും നല്ല തൈരൊഴിച്ച ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാം നമുക്ക്. അപ്പം എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടാവുന്ന നല്ല ടേസ്റ്റിലുള്ള ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീണ്ടും നല്ല നല്ല റെസിപ്പിയുമായി വരുന്നത് വരേക്കും ബായ്.